بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 10ാം ക്ലാസ്സിലെ ലിസാൻ ഖുർആൻ പരീക്ഷാ പേപ്പറിൻ്റെ വിശകലനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ ഒരു വീഡിയോയിലേക്കാണ് നമ്മൾ ശ്രദ്ധ ക്ഷണിക്കുന്നത്. നേരത്തെ പല സമയത്തും സൂചിപ്പിച്ചതുപോലെ ലിസാൻ ഖുർആൻ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനും മാർക്ക് വളരെ വേഗത്തിൽ സ്കോർ ചെയ്യാനും പറ്റിയ ഒരു വിഷയമാണെന്ന് സൂചിപ്പിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം ഉത്തരം അവിടെ കൊടുത്തിട്ടുണ്ട്. ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഉത്തരങ്ങൾ തിരഞ്ഞെടുക്കുക. 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ഒന്ന് കറുമ, അതിന് യോജിക്കുന്നത് ലാസിമുൻ എന്നുള്ള ഒരു ഭാഗമാണ്. ലാസിമായ ഫീലാണ് കറുമ. രണ്ടാമത്തെ മജ്ഹൂലിൻ, ഒരു മജ്ഹൂലായ ഫീല് നമുക്ക് ബ്രാക്കറ്റിൻ്റെ എവിടെയെങ്കിലും ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും. ഖുതില എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. മൂന്നാമത്തെ ഇറാബുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇറാബുകൾ 4 വിധമാണ് പഠിച്ചിട്ടുണ്ട്. റഫ്, നസ്ബ്, ജർ, ജസ്മ 4 വിധത്തിലാണല്ലോ. അപ്പോൾ അറുബഅത്തുൻ. നാലാമത്തെ ചോദ്യം അർസല എന്നുള്ള ഫീലിന് മാച്ചായ ഒരു ഉത്തരം അതിൽ വരുന്നത് മുതഅദ്ദിൻ, അതൊരു മുതഅദ്ദിയ ഫീലാണ്. അഞ്ചാമത്തെ സുബൈറുൻ എന്നതിന് യോജിച്ചത് വരുന്ന ഉത്തരം മാരിഫയായ ഒരു ഇസ്മാണ് സുബൈറുൻ. ആറാമത്തത് റജുലുൻ എന്നുള്ള നെക്കിറായ ഒരു ഇസ്മാണ്. അപ്പോൾ നെക്കിറത്തുൻ എന്നാണ് അതിൻ്റെ ഉത്തരം. 7 ഹുറൂഫുൽ ജർരി, ഇസ്മിന് ജർ ചെയ്യുന്ന അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബാമീൻ എന്നുള്ള അക്ഷരങ്ങൾ അത് 19 ഉണ്ട്. ഇയാഹു എന്നുള്ളത് 8ാമത്തെ ചോദ്യം, അത് ലമീർ മൻസൂബാണ്. ഇയാഹുമ എന്ന് നമ്മൾ സർഫാക്കി പഠിച്ചിട്ടുണ്ടല്ലോ. 9 തഫ്അലാനി, ഇങ്ങനെ 5 അംസലത്തുൽ ഖംസ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ അംസലത്തുൽ ഖംസ. 10ാമത്തെ ചോദ്യം ഫൂക്ക, അത് പിന്നെ അസ്മാഉ സിത്ത എന്നുള്ളതാണ്. അബ്, അഹ്, ഹം, ഹാൻ എന്നുള്ളൊരു അസ്മാഉ സിത്ത നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ആ ബ്രാക്കറ്റ് നമുക്ക് കൊടുത്ത് എഴുതാനുള്ളത്. ചോദ്യത്തിന് ഉത്തരം ഒന്നുകൂടെ വായിക്കുന്നതിൽ 1 കറുമ ലാസിമായ ഫീലാണ്, മജ്ഹൂലായ ഫീൽ ഖുതിലയാണ്, ഇറാബുകൾ അർബഅത്തുൻ, അർസല എന്നുള്ള മുതഅദ്ദിയാണ്, സുബൈർ മഅരിഫയാണ്, റജുലുൻ നെക്കിറയാണ്, ഹുറൂഫുൽ ജർരി 19 ഇയാഹു എന്ന ലമീറുൻ മൻസൂബാണ്, തഫ്അലാനി അംസലത്തുൽ ഖംസയാണ്, ഫൂക്ക എന്നുള്ള അസ്മാഉ സിത്തയാണ്. രണ്ടാമത്തെ ചോദ്യം റത്തിബിൽ കലിമത്തുകളെ ഓർഡറിൽ കൊടുക്കേണ്ടതാണ്. പല വാക്കുകളും അത് ഡിസോർഡറായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഓർഡറിൽ കൊണ്ടുവരണം. അപ്പോൾ താരീഫ്, ഫഖത്ത്, അൽ ഹർഫ്, അവില്ലാമു, അർറഫ്ത, അതൊരു പാട്ടാണല്ലേ. അൽ ഹർഫ് താരീഫിൻ അവില്ലാമു ഫഖത്ത് ഫനാമത്തുൻ അർറഫ്ത ഖുൽ ഫീഹിന്നമത്ത് എന്നൊരു പാട്ടാണ്. അത് ഓർഡറിലാക്കി കൊടുക്കാനുള്ളത്. വളരെ എളുപ്പത്തിൽ നമുക്കത് ചെയ്യാവുന്നതാണ്. 8 മാർക്കിൻ്റെ ചോദ്യമാണ്. അടുത്തൊരു 8 മാർക്കിൻ്റെ ചോദ്യം ബിൽ ഗൈബി യുൻഫിഖൂന വഹും യുഅ്മിനൂന റസഖഹുമുള്ള മിമ്മ ഹുമുല്ലദീന, ഒരു ആയത്താണ്. ഹുമുല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് വഹും യുൻഫിഖൂന മിമ്മ റസഖഹുമുള്ള എന്നുള്ളൊരു ആയത്തിൻ്റെ ഭാഗം കൂടെയാണത്. അത് കൃത്യമായിട്ട് നമ്മൾ പുസ്തകത്തിൽ പഠിച്ചൊരു വാചകമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെ 2 ചോദ്യത്തിന് 16 മാർക്കിൻ്റെ ചോദ്യമാണ്. ഉത്തരങ്ങൾ ഒന്നുകൂടെ വായിക്കാം. അൽ ഹർഫു താരീഫിൻ അബില്ലാമു ഫഖത്ത് ഫനാമത്തുൻ അർറഫ്ത ഖുൽ ഫീഹിന്നമത്ത് ഹുമുല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് വഹും യുൻഫിഖൂന മിമ്മാ റസഖഹുമുല്ലാഹ്. മൂന്നാമത്തെ ചോദ്യം നുഹർറിക്കു, ഹർക്കത്തിടാനാണ്. ഈ ഭാഗം നമ്മൾ ഹർക്കത്തിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഹർക്കത്ത് തെറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ മാർക്ക് മുഴുവനായിട്ട് കിട്ടാതെ പോകും. ഒന്നാമത്തേത് യാ അഖീ ഇജ്തനിബി സബ്അൽ മുബിഖാത്ത്, ഇജ്തനിബ് അസ്സബ്അൽ മുബിഖാത്തി എന്നാണ് ശരിക്കുള്ളത്. കൂട്ടി പറയുമ്പോൾ ഇജ്തനിബി സബ്അൽ മുബിഖാത്ത്, യാ അഖീ ഇജ്തനിബി സബ്അൽ മുബിഖാത്ത്. രണ്ടാമത്തേത് കുൻ നളീഫൻ മൻ നളുഫ സൗബുഹു സാല ഹമ്മുഹു, കുൻ നളീഫൻ മൻ നളുഫ സൗബുഹു സാല ഹമ്മുഹു
ഇത് കൃത്യമായിട്ട് തന്നെ ഹർക്കത്തുകൾ ഇടണം. ഹർക്കത്തിനാണ് ഇവിടെ മാർക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 3 ഗീലൽ മാഉ ഫിൽ ബിഇരി, കിണറിൽ വെള്ളം വറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗീലൽ മാഉ ഫിൽ ബിഇരി. 4 യാ അഖി ഇദാ റഅയ്ത മജ്ലിസൽ ഇൽമി ഫഖുദ് ഫീ ദാലിക്കൽ മജ്ലിസി എന്ന് കൃത്യമായിട്ട് തന്നെ ഹർക്കത്തിലാണ് പ്രത്യേകം ശ്രദ്ധിക്കുക. 1-മത്തേത് യാ അഖി ഇജ്തനി ബിസ്സബൽ മുബിഖാത്ത്. 2 കുൻ നളീഫൻ മൻ നളഫ സൗബുഹു സാല ഹമ്മുഹു ഗീലൽ മാഉ ഫിൽ ബിഇർ. 4-മത്തേത് യാ അഖി ഇദാ റഅയ്ത മജ്ലിസൽ ഇൽമി ഫഖുദ് ഫീ ദാലിക്കൽ മജ്ലിസ്. നാലാമത്തെ ചോദ്യം ഉത്തരം എഴുതാം. നുജീബ് നമുക്ക് ഉത്തരം എഴുതാം. അൽ അസ്മാഉ സിത്ത മാഹി, അസ്മാഉ സിത്ത ഏതാണ്? നമ്മൾ നേരത്തെ 1-മത്തെ ചോദ്യത്തിൽ ഇതിൽപ്പെട്ടതെന്ന് വന്നിട്ടുണ്ട്. ഫു എന്നുള്ളൊരു വാക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അബു, അഹ്, ഹമ്, ഹന്, ഫു ഇതു എന്നുള്ളതാണ്. അപ്പോൾ അത് മറ്റൊരു ഇസ്മിലേക്ക് ഇളാഫത്ത് ചെയ്തുകൊണ്ടുള്ള വാക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അബൂക്ക, അഹൂക്ക, ഹനൂക്ക, ഹമൂഖി, ഫൂക്ക, ദൂ മാലിൻ. അത് കൃത്യമായിട്ട് ആറെണ്ണം തന്നെ കാണാതെ പഠിച്ചു വെക്കേണ്ടതുണ്ട്. അതാണ് ചോദിച്ചിട്ടുള്ളത്. 2-മത്തെ ഇറാബു കംഹിയ വമാഹിയ. 1-മത്തെ ചോദ്യത്തിൽ തന്നെ ഇറാബുകൾ അറുബാത്തുള്ളൊരു വാചകം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇറാബുകൾ കംഹിയ എന്ന് ചോദിച്ചാൽ അറുബാത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വമാഹിയ വെച്ചാൽ റഫ്, നസ്ബ്, ജറ്, ജസ്മ എന്നിങ്ങനെയാണ് അതിൻ്റെ ഉത്തരം എഴുതേണ്ടത്. 3-മത്തെ ചോദ്യം വരുന്നത് തവാബിയു കംഹിയ വമാഹിയ. താബിയു മത്തുബൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. താബിയുകൾ ഏതൊക്കെയാണ്, എത്രയാണ് എന്നും ചോദിക്കുന്നുണ്ട്. അപ്പോൾ 5 താബികളുണ്ട്. 1 നഅത്ത്, മറ്റൊന്ന് തൗക്കീദ്, മറ്റൊന്ന് ബദൽ, മറ്റൊന്ന് അത്ഫ് ബയാൻ, മറ്റൊന്ന് അത്ഫ് ബിൽ ഹുറൂഫ്, ഹർഫുകൾ കൊണ്ടുള്ള അത്ഫ്. ഇങ്ങനെ 5 താബികളാണുള്ളത്. 4-മത്തെ ചോദ്യം കൈഫ യുജാലുൽ മാലി മജ്ഹൂലൻ. മാലിയായ ഫീൽ എങ്ങനെയാണ് മജ്ഹൂലാക്കുക? വൈജാലുൽ ഫീൽ മാലി മജ്ഹൂലൻ. ഉത്തരം എഴുതുമ്പോൾ മാദിയ ഫീൽ മജ്ഹൂലാക്കേണ്ടത് ബിളമ്മി അവലിഹി, ആദ്യത്തെ അക്ഷരത്തിന് ലൊമ്മ കൊടുക്കണം. കസ്രി മാ ഖബലൽ ആഖിർ, അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിന് കസ്റും കൊടുക്കണം. അപ്പോൾ ലറബ എന്നുള്ളതിനെ മജ്ഹൂലാക്കുമ്പോൾ ആദ്യത്തെ അക്ഷരത്തിന് ലൊമ്മ് ലോ, അവസാനത്തിന് മുമ്പുള്ള കസ്ർ രി, ലൊരിബ. ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ ഉത്തരം എഴുതുമ്പോൾ ബിളമ്മി അവലിഹി കസ്രി മാ ഖബലൽ ആഖിർ, ആദ്യത്തെ അക്ഷരത്തിന് ലൊമ്മ കൊടുക്കുക, അവസാനത്തിന് മുമ്പുള്ളതിന് കസ്റ് കൊടുക്കുക. 5-മത്തെ ചോദ്യം കൈഫ യുജാലുൽ ഫീലു സുലാസി മുതഅദ്ദിയൻ. 3 അക്ഷരമുള്ളൊരു സുലാസിയായിട്ടുള്ള 3 അക്ഷരമുള്ളൊരു ഫെയിൽ, ആ ഫെയിലിനെ എങ്ങനെയാണ് നമ്മൾക്ക് മുതഅദ്ദിയാക്കാൻ കഴിയുക? ഇതിൽ ഒരു വഴി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇദാ അഫ്ത ഐനുൽ ഫീൽ, ആ സുലാസിയായ ഫീലിൻ്റെ ഐൻ ഫീൽ ഇരട്ടിപ്പിക്കാം. അവ അദ്ഖൽത അലൈൽ ഹംസ, അതിൽ ഹംസ കൊടുക്കുക, എന്നാലും യകുന മുതഅദ്ദിയാവും. അപ്പോൾ 2 രൂപം. ഒന്ന് ഇദാ അഫ്ത ഐനുൽ ഫീൽ, ഐൻ ഫീലിനെ ഇരട്ടിപ്പിക്കുക. മറ്റൊന്ന് അദ്ഖൽത അലൈഹി ഹംസ, ഹംസയെ അതിൻ്റെ തുടക്കത്തിൽ പ്രവേശിപ്പിക്കുക. അഞ്ചാമത്തെ ചോദ്യം നസ്നഉ മിസാൽ ലികുല്ലി വാഹിദി മിമ്മാ യതി മിൻ ഹുറൂഫിൽ ജർ. താഴെ കുറേ ജറിൻ്റെ അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ഹർഫുൽ ജറിനുള്ള ഉദാഹരണങ്ങൾ ഏതാനാണ്? ഒന്ന് അൻ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഉദാഹരണം എഴുതാം. ഇവിടെ ഇപ്പോൾ നമുക്കൊരു ഉദാഹരണം അനിൽ ലഗ്വി മുഅ്രിദൂൻ എന്നൊരു വാക്ക് നമുക്ക് എഴുതാം. അല ധാരാളം ഉദാഹരണങ്ങളുണ്ട്. അൽ കിതാബു അല ത്വാവില, പുസ്തകം മേശപ്പുറത്താണ്. മുദ് റഅയ്തുഹു മുദ് യൗമിൽ ജുമുഅ. ബ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ബിസ്മില്ലാഹി. ലാമ് അൽഹംദു ലില്ലാഹി. ആറാമത്തെ ചോദ്യം വരുന്നു അറബിയാക്കാനുള്ള വേർഡുകൾ നമ്മൾ ഓരോന്നും കണ്ടെത്തി അത് കൂട്ടി ഓർഡർ അനുസരിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഉത്തരം വളരെ പെട്ടെന്ന് ലഭിക്കും. ഒന്നാമത്തെ ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ 53 കൊല്ലം താമസിച്ചു. മക്കസൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി മക്കത്ത 53 സന. സ്നേഹിത, നീ ഇൽമിൻ്റെ സദസ്സ് കണ്ടാൽ ആ മജ്ലിസിൽ നീ ഇരിക്കുക, അത് നിനക്ക് ഖൈറാണ്. യാ സദീഖു ഇദാ റഅയ്ത മജ്ലിസൽ ഇൽമി ഫഖുദ് ഫി ദാലിക്കൽ മജ്ലിസ്.
ദാലിക ഖൈറുൻ ലക്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും ഉന്നത വിജയം നേടാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.